കുടുംബാന്തരീക്ഷം എപ്പോഴും സമാധാനമുള്ളതായിരിക്കാൻ ഒരു വീടിൻ്റെ മഹത്വം അതിൻ്റെ വലുപ്പത്തിലല്ല, അതിലെ സമാധാനത്തിലാണ്. വലിയ വീടുകൾക്ക് പോലും സന്തോഷമില്ലാത്ത അവസ്ഥ വരും. സംസാരത്തിൽ മാധുര്യം കൊണ്ടുവരിക. വീട്ടിലെ സമാധാനം ആദ്യം നശിക്കുന്നത് വാക്കുകൾ കൊണ്ടാണ്. കഠിനമായ വാക്കുകൾ ഹൃദയത്തിൽ മുറിവുണ്ടാക്കും. നിനക്ക് ഒന്നും അറിയില്ല എന്നതിന് പകരം നീ ഇങ്ങനെ ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നാണ് പറയേണ്ടത്. മൃദുവായ ഭാഷ വലിയ പ്രശ്നങ്ങൾ പോലും ചെറുതാക്കും. ഓർക്കുക, വീട്ടിൽ ജയിക്കുവാൻ വേണ്ടത് വാദമല്ല, ഹൃദയമാണ്. പരസ്പരമുള്ള ബഹുമാനം. വീട്ടിൽ ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും ഒരുപോലെ ബഹുമാനം വേണം. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പര ബഹുമാനമില്ലെങ്കിൽ തെറ്റായ മാതൃക ഉണ്ടാകും. ഈ മാതൃക കുട്ടികൾക്ക് കിട്ടും. ബഹുമാനമെന്നത് അഭിപ്രായം കേൾക്കുക, തീരുമാനങ്ങളിൽ പങ്കെടുപ്പിക്കുക, അവഗണിക്കാതിരിക്കുക. ഇത് വീട്ടിൽ വിശ്വാസം വളർത്തും. കോപം നിയന്ത്രിക്കാൻ പഠിക്കുക. കോപം സ്വാഭാവികമാണ്, പക്ഷേ അതിനെ നിയന്ത്രിക്കാത്ത പക്ഷം സമാധാനം നഷ്ടമാകും. കോപം വന്നാൽ കുറച്ചുനേരം മൗനം പാലിക്കുക, അല്ലെങ്കിൽ മറുപടി പറയാതെ ഇരിക്കുക. അതുമല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ച് മനസ്സിനെ ശാന്തമാക്കുക. ഒരു നിമിഷത്തെ മൗനം വർഷങ്ങളായിട്ടുള്ള ബന്ധം നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. ഒരുമിച്ച് സമയം ചിലവഴിക്കുക. ഇന്ന് നമ്മൾ കാണുന്ന കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത് ഒരുമിച്ച് സമയം ചിലവഴിക്കാത്തതാണ്. ദിവസങ്ങളിൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടുംബ ചർച്ച നടത്തണം. ഒരുമിച്ച് യാത്ര നടത്തണം. പരസ്പരം സ്നേഹത്തിനു വേണ്ടി സമയം കൊടുക്കുന്നത് ഏറ്റവും വലിയ കൊടുക്കൽ വാങ്ങലുകളാണ്. താരതമ്യം പരമാവധി ഒഴിവാക്കണം. അവളുടെ ഭർത്താവ് അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ്റെ മകൻ ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള താരതമ്യങ്ങൾ ബന്ധങ്ങൾ തകർക്കും. ഓരോരുത്തരും വ്യത്യസ്തരാണ്. താരതമ്യത്തിന് പകരം പ്രോത്സാഹനം കൊടുക്കുക. പ്രശ്നങ്ങൾ അടച്ചു വെക്കരുത്. ചെറിയ പ്രശ്നങ്ങൾ സമയത്ത് സംസാരിച്ചില്ലെങ്കിൽ വലിയ തർക്കങ്ങളായി മാറും. മനസ്സിലുള്ള വിഷമം ശാന്തമായി പറയണം. ശ്രദ്ധിക്കണം. സംസാരിക്കുക, കുറ്റപ്പെടുത്തുകയോ വേണം സംസാരിക്കേണ്ടത്. ഒരുമിച്ച് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കണം. പ്രശ്നം മറച്ചു വെക്കുന്നത് സമാധാനമല്ല, അത് പരിഹരിക്കുന്നതാണ് സമാധാനം. വീട്ടിൽ പലരും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സാധാരണയായി കാണാതെ പോകുന്നു. നന്ദി, നീ അത് നന്നായി ചെയ്തു, നിനക്ക് അതിനെക്കുറിച്ച് വളരെ നന്നായി അറിയാം, നിന്നെക്കുറിച്ച് അഭിമാനം തോന്നുന്നു എന്നീ വാക്കുകൾ വീട്ടിൽ സന്തോഷം നിറയ്ക്കും. കുടുംബ സമാധാനം സ്വയം ഉണ്ടാകുന്നതല്ല, അത് ശ്രമം, സഹനം, സ്നേഹം, ബഹുമാനം എന്നിവയുടെ ഫലമാണ്.